നേരത്തെ നമ്മൾ കണ്ടതാണ് സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിൽ രക്ഷാപ്രവർത്തകർ 3 പേർ കുടുങ്ങിയത്. അവരിൽ 2 പേരെ നേരത്തെ ഇടുക്കിയിലെ ആംഡ് ബറ്റാലിയനിലെ 2 പോലീസ് ഉദ്യോഗസ്ഥരും രഞ്ജിത്ത് ഇസ്രായേലും ചേർന്ന് വടം കെട്ടി പുറത്തേക്ക് കൊണ്ടുവന്ന് അവരെ രക്ഷപ്പെടുത്തിയിരുന്നു. ഇനി ഒരാളാണ് ഇനി അവിടെ ഉള്ളത്. പാറക്കെട്ടിലകപ്പെട്ട 3 യുവാക്കളിൽ ഒരാളെ രക്ഷിച്ച് കരക്കെത്തിച്ചിട്ടുണ്ട്. 2 പേരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. സുർജിത്ത് അയ്യപ്പത്താണ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകാനുള്ളത്. സുർജിത്ത്, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ സജീവമായ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട യുവാക്കളായിരുന്നു ഇന്ന് സൂചിപ്പാറയിലെ പാറക്കെട്ടിൽ കുടുങ്ങിയ 3 പേരും. അവരെ ഇപ്പോൾ ഒരാളെ രക്ഷപ്പെടുത്തുകയും മറ്റ് 2 പേരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ടെന്ന വിവരമാണ് കിട്ടുന്നത്. രക്ഷാ ദൗത്യം നടത്തുന്ന ഇപ്പോൾ ഈ ഇടുക്കി ആംഡ് ബറ്റാലിയനിലെ ഉദ്യോഗസ്ഥരെയും രഞ്ജിത്ത് ഇസ്രായേലിനും ഒക്കെ നമുക്ക് കാണാം. എന്താണ് അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിവരം സുർജിത്ത്? അവരെ മുകളിലേക്ക് കയറ്റിയിട്ടുണ്ട്. അവരെ മുകളിലേക്ക് കയറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. അവരെ കയറ്റിക്കൊണ്ട് വരികയാണ് ഇപ്പോൾ. ഇവിടെ റേഞ്ചിന് വലിയ പ്രശ്നമുണ്ട്. അതാണ് നേരിടുന്ന പ്രതിസന്ധി. നമ്മളും ഈ മേഖലയിലുണ്ട്. എന്തായാലും 2 പേരെ ഒരാളെ സുരക്ഷിതരായി എത്തിച്ചു. ബാക്കി 2 പേർ സുരക്ഷിത സ്ഥാനത്താണ്. അവരെ എത്തിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. രഞ്ജിത്ത് ഇസ്രായേലിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ്. രഞ്ജിത്ത് ഇസ്രായേലും അവരോടൊപ്പം 2 പോലീസ് ഉദ്യോഗസ്ഥരും, ഹൈ ആൾട്ടിറ്റ്യൂഡ് ട്രെയിനിങ് ലഭിച്ച 2 പോലീസ് ഉദ്യോഗസ്ഥരുമാണ് മറുകരയിലേക്ക് പോയത്. അവരുടെ നേതൃത്വത്തിൽ ഇപ്പോൾ രക്ഷാപ്രവർത്തന നടപടികൾ തുടരുകയാണ്. സുർജിത്ത്, ഒരല്പം ശാന്തമായി പറഞ്ഞാൽ മതി. കാരണം എനിക്കറിയാം സുർജിത്ത് ഇപ്പോൾ കയറ്റത്തിലേക്ക് കയറുന്നത് കൊണ്ടാണ്. ഞാൻ ഈ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി കാണിക്കാം. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഒരാൾ, അതായത് അവിടെ 3 പേരായിരുന്നു സൂചിപ്പാറയിലെ പാറക്കെട്ടിൽ രക്ഷാപ്രവർത്തകർ കുടുങ്ങിയിരുന്നത്. മണിക്കൂറുകളായി അവർ അവിടെ ഒറ്റപ്പെട്ടു പോയിട്ട് അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള പല ശ്രമങ്ങളുണ്ടായി. ഒന്ന് ഹെലികോപ്റ്റർ മാർഗം രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു, പക്ഷേ ഹെലികോപ്റ്റർ ഇറങ്ങാൻ പറ്റുന്ന ഒരു ടെറൈൻ അല്ല അവിടെ. അതുപോലെ തന്നെ പെട്ടെന്ന് ഈ ദുരിതാശ്വാസ പ്രവർത്തകർക്ക് എത്തിച്ചേരാൻ കഴിയാത്ത സ്ഥിതിയുമുണ്ട്. ഈ ഒലിച്ചിറങ്ങുന്ന ഈ വെള്ളച്ചാട്ടത്തിനിടയിൽ ആ വെള്ളക്കെട്ടുകളിൽ ഒന്നിലാണ് അവർ ഒറ്റപ്പെട്ടു പോയത്. അവരിൽ ഒരാളെ കരക്കെത്തിച്ചിരിക്കുന്നു, 2 പേരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയിരിക്കുന്നു എന്നതാണ് ഈ സമയം നമുക്ക് കിട്ടുന്ന വിവരം. പോലീസ് നേരത്തെ തന്നെ തൊട്ടടുത്തെത്തിയിരുന്നു. പോലീസിലെ ഇടുക്കി ആംഡ് ബറ്റാലിയനിലെ 2 പോലീസ് ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ രഞ്ജിത്ത് ഇസ്രായേലുമായിരുന്നു ഈ രക്ഷാദൗത്യത്തിലും ഇറങ്ങിയിരുന്നത്. അവിടെ കുടുങ്ങിയ യുവാക്കൾ 3 പേരും കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ സജീവമായി രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരുന്നതാണ്. റഹീസും സാലിമും ഒക്കെ. അവരിൽ ഒരാളെ കരക്കെത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, മറ്റ് 2 പേരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയിട്ടുണ്ട് എന്നതാണ് നമുക്കിപ്പോൾ കിട്ടുന്ന വിവരം. ഈ രക്ഷാദൗത്യം നടത്തുന്നത് ഏറ്റവും അപകടവും ദുഷ്കരവുമായ ഒരു മേഖലയിലാണ്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടുകൂടി വേണം രക്ഷാദൗത്യത്തിൽ പങ്കാളികളാകാൻ. നേരത്തെ തന്നെ സന്നദ്ധ പ്രവർത്തകരായി രക്ഷാദൗത്യത്തിന് ഇറങ്ങിയവരോട് അവർ കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചു വേണം ഈ രക്ഷാദൗത്യത്തിൻ്റെ ഭാഗമാകാൻ എന്ന് നിർദ്ദേശിച്ചിരുന്നു. മാത്രമല്ല പലരും പല വഴികളിലൂടെ സ്വമേധയാ ഈ രക്ഷാദൗത്യത്തിന് ഇറങ്ങുന്ന കാഴ്ചയും നമ്മൾ കണ്ടിരുന്നു. അങ്ങനെ അതിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ സജീവമായി രക്ഷാദൗത്യം നടത്തിയിരുന്ന ചെറുപ്പക്കാരാണ് ഇപ്പോൾ ഈ സൂചിപ്പാറ വെള്ളക്കെട്ടിലെ പാറക്കെട്ടുകളിൽ അകപ്പെട്ടിരിക്കുന്നത്. അതിൽ ഒരാളെ കരക്കെത്തിച്ചിട്ടുണ്ട്, മറ്റ് 2 പേർ സുരക്ഷിതമായ ഇടത്തേക്ക് അവരെ മാറ്റിയിട്ടുണ്ട് എന്ന ആശ്വാസകരമായ വിവരം വരുന്നുണ്ട്. പക്ഷേ ഏതാനും മണിക്കൂറുകളായി അവർ അവിടെ ഒറ്റപ്പെട്ടു പോയിട്ട് പെട്ടെന്ന് അവിടെ എത്തിച്ചേരാൻ കഴിയാത്ത ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഹെലികോപ്റ്ററിൽ അവരെ കൊണ്ടുവരാം, എയർലിഫ്റ്റ് ചെയ്യാം എന്ന് കരുതിയതാണ്. പക്ഷേ ഹെലികോപ്റ്ററിന് അവിടെ ലാൻഡ് ചെയ്യാനോ അവിടെ നിൽക്കാനോ പറ്റാത്ത ഒരു ടെറൈനായിട്ട് അത് നിന്നു. അതുകൊണ്ടാണ് മറ്റ് രക്ഷാമാർഗങ്ങളിലേക്ക് കടന്നത്. ഇപ്പോൾ 2 പോലീസ് ഉദ്യോഗസ്ഥർ, അവർ ഇടുക്കി ആംഡ് ബറ്റാലിയനിലെ 2 പോലീസ് ഉദ്യോഗസ്ഥരും പിന്നെ രഞ്ജിത്ത് ഇസ്രായേലുമാണ് ഈ രക്ഷാദൗത്യത്തിന് നേതൃത്വം കൊടുക്കുന്നത്. സുർജിത്ത്, ആരെയാണ് പുറത്തേക്ക് കൊണ്ടുവന്നതും ആരൊക്കെ 2 പേരാണ് ഇപ്പോൾ പാറക്കെട്ടിൽ അല്ലെങ്കിൽ സുരക്ഷിതമായ ഇടത്തുള്ളത്? അത്തരം വിവരങ്ങൾ ലഭ്യമാവുന്നേ ഉള്ളൂ ഗോപി. എന്തായാലും 2 പേരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അവരെല്ലാം തന്നെ സുരക്ഷിതമായ കേന്ദ്രത്തിൽ ആക്കി വെച്ചിട്ടുണ്ട്. അവരെ പതുക്കെ മുകളിലേക്ക് കൊണ്ടുവരികയാണ്. എന്തായാലും ആ ദൃശ്യങ്ങൾ അല്പസമയത്തിനകം തന്നെ നമുക്ക് ലഭ്യമാക്കാൻ കഴിയുമെന്നുള്ളതാണ്. എന്തായാലും സൂചിപ്പാറയിലെ കള്ളാടിപ്പുഴ ചേരുന്ന ഭാഗത്താണ് ഇവർ കുടുങ്ങിയത്. അതായത് ഈ ചൂരൽമലപ്പുഴ ഉള്ള മേഖലയല്ല, കള്ളാടിപ്പുഴ ഉള്ള മേഖലയിലാണ് ഈ സംഘം കുടുങ്ങിയിരിക്കുന്നത്. അതിനുശേഷം ആദ്യം എയർലിഫ്റ്റിംഗ് നടത്തി അവരെ പുറത്തേക്ക് എത്തിക്കാനുള്ള ശ്രമം ആദ്യം നടത്തി. പക്ഷേ ഈ ടെറൈൻ അതിന് കഴിയാത്ത വിധത്തിലുള്ള ഭൂമിശാസ്ത്രമുള്ള പ്രദേശമാണ് എന്നുള്ളതാണ് പ്രതിസന്ധി. ഇതേ തുടർന്ന് ആണ് ആദ്യം റോപ്പ് കെട്ടി ഇവരെ പുറത്തേക്ക് എത്തിക്കാൻ ശ്രമം നടത്തിയിരുന്നു. പക്ഷെ അത് സാധ്യമല്ലാതെ വന്നു. ഇതിനുശേഷമാണ് പിന്നീട് ഈ രഞ്ജിത്ത് ഇസ്രായേലും അതോടൊപ്പം ആംഡ് ബറ്റാലിയനിലെ 2 പോലീസുകാർ, ബിനോ, രജീഷ് എന്നീ 2 ഉദ്യോഗസ്ഥർ, ഒരാൾ SI ആണ്, ഒരാൾ ഹവിൽദാറാണ്, ഇടുക്കിയിൽ നിന്നുള്ള സംഘമാണ്. അവർ ഹൈ ആൾട്ടിറ്റ്യൂഡിൽ ട്രെയിനിങ് ലഭിച്ച ഉദ്യോഗസ്ഥരാണ്. അവരുടെ നേതൃത്വത്തിലുള്ള സംഘം മരം
കുറുകെ മുറിച്ചിട്ട് അവരെ പുറത്തേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. ആദ്യം റോപ്പ് ഉപയോഗിച്ചൊരു ശ്രമം നടത്തിയിരുന്നെങ്കിലും അത് വിജയം കണ്ടില്ല. പിന്നീട് മരം മുറിച്ചിട്ട് അവർ അടുത്തെത്തി അവരെ രക്ഷിച്ചെടുക്കാനാണ് കഴിഞ്ഞത്. ആരെയാണ് എന്നുള്ള പേര് വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. അത് അല്പസമയത്തിനകം തന്നെ ലഭ്യമാകും. എന്തായാലും ആ രക്ഷാദൗത്യം മുന്നോട്ട് പോവുകയാണ്. അവരെ പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഗോപി, ഒരു വ്യക്തതയ്ക്ക് വേണ്ടിയാണ്, സൂചിപ്പാറയല്ല, അത് കണ്ണാടിപ്പുഴയാണോ ഈ പ്രദേശം? സൂചിപ്പാറ എന്ന് പൊതുവായി പറയുന്നതാണ്. സൂചിപ്പാറ എന്ന് പറയുന്ന സ്ഥലം ഈ ചൂരൽമല പുഴയും, അതായത് ഉരുൾപൊട്ടലുണ്ടായ ചൂരൽമല പുഴയും അതിന് താഴെ കള്ളാടിപ്പുഴയും വന്നു ചേരുന്ന സംഗമ സ്ഥലമാണ്. വിവിധ പുഴകൾ സംഗമിക്കുന്ന സ്ഥലമാണ് സൂചിപ്പാറയ്ക്ക് താഴെയുള്ള പ്രദേശം. ആ താഴെയുള്ള പ്രദേശത്ത് ചെങ്കുത്തായ മലനിരകളാണ്. ആ ചെങ്കുത്തായ മലനിരകൾക്ക് താഴെ പാറക്കൂട്ടങ്ങൾക്കകത്താണ് ഇവർ പെട്ടുപോയത്. അവരെയാണ് പുറത്തേക്ക് ഇപ്പോൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. സുർജിത്തും അതുപോലെ നമ്മുടെ ക്യാമറാമാനും ഒക്കെ സുരക്ഷിതമായ ഇടത്താണ് നിൽക്കുന്നതെന്ന് ഞാൻ കരുതുന്നു. സുരക്ഷിതമായ ഇടത്ത് നിന്ന് വേണം നിങ്ങളും ഈ വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ. ഇപ്പോൾ ഈ അപകടത്തിൽ എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഒരു അപകട സാധ്യതയുള്ള ഒരു പ്രദേശത്ത് ഒറ്റപ്പെട്ടു പോയ 3 പേരാണ്. അവരും രക്ഷാപ്രവർത്തകരായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ രക്ഷാദൗത്യത്തിൽ വളരെ സജീവമായി പങ്കാളികളായിരുന്നവരാണ് ഈ 3 പേരും. അവർ രക്ഷാദൗത്യത്തിന്റെ ഭാഗമായി തന്നെയാണ് ഈ മേഖലയിൽ ഉണ്ടായിരുന്നതും. പക്ഷേ അപകടകരമായ മേഖലയാണ് ഇത്. അതുകൊണ്ട് തന്നെ അതീവ സുരക്ഷയോടുകൂടി സുരക്ഷ ഉറപ്പാക്കിയും മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചും കൃത്യമായ വിവരങ്ങൾ കൈമാറിയും വേണം രക്ഷാദൗത്യത്തിന്റെ ഭാഗമാകാൻ എന്ന ഒരു പൊതുവായിട്ടുള്ള മാർഗനിർദ്ദേശം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് രക്ഷാപ്രവർത്തകർ സ്വമേധയാ സന്നദ്ധരായി എത്തുന്നവരാണെങ്കിൽ പോലും അവരും രക്ഷാപ്രവർത്തനത്തിലേക്ക് ഇറങ്ങുമ്പോൾ അവർ കൃത്യമായി അവർ സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തണം. അതോടൊപ്പം തന്നെ സൈന്യം അടക്കം നൽകിയിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുകയും വേണം. ഇപ്പോൾ സൂചിപ്പാറയിൽ ഏതാണ്ട് കള്ളാടിപ്പുഴയ്ക്ക് അടുത്തുള്ള പ്രദേശത്ത് ആണ് ഇവർ ഒറ്റപ്പെട്ടു പോയത്, ഇവർ കുടുങ്ങിപ്പോയത്. വലിയ കൂറ്റൻ പാറകൾക്ക് മുകളിലാണ് ഇവർ കുടുങ്ങിയിരിക്കുന്നത്. അവരിലേക്ക് എത്തുന്നതിന്, അതൊരു ചെങ്കുത്തായ പ്രദേശമാണ്, അവിടേക്ക് എത്തുന്നതിന് ചില തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ വടം കെട്ടി രക്ഷാപ്രവർത്തകർ, അതായത് ഇടുക്കി ആംഡ് ബറ്റാലിയനിലെ 2 ഉദ്യോഗസ്ഥർ, അവർ ഹൈ ഓൾട്ടിറ്റ്യൂഡ് രക്ഷാപ്രവർത്തനത്തിന് പരിശീലനം ലഭിച്ചിട്ടുള്ള ആളുകളാണ്. അവർക്കൊപ്പം രഞ്ജിത്ത് ഇസ്രായേലും ചേർന്നിരുന്നു. ഇവരാണ് ഇപ്പോൾ ഒരാളെ കരക്കെത്തിച്ചിരിക്കുന്നത്. മറ്റ് 2 പേരുടെ കാര്യത്തിലും ആശങ്കയുടെ ആവശ്യമില്ല. അവർ 2 പേരെയും സുരക്ഷിതമായ ഇടത്തേക്ക് മാറ്റിയിട്ടുമുണ്ട്. ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇപ്പോൾ അവിടെ നിന്നും ഒരാളെ കരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്ന രക്ഷാദൗത്യത്തിൻ്റെ ദൃശ്യങ്ങളാണ്. ഏതായാലും അപകടകരമായ ഒരു സാഹചര്യം ഒഴിവാകും എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം. അതിസാഹസികമായ ഒരു രക്ഷാപ്രവർത്തനമാണ് ഇപ്പോൾ നടന്നത്. രക്ഷാപ്രവർത്തകരാണ് ഇതിൽ അപകടത്തിൽപ്പെട്ടത് എന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട്. അവർ വളരെ സജീവമായി കഴിഞ്ഞ ദിവസങ്ങളിൽ കുടുങ്ങിപ്പോയവരെയൊക്കെ കരക്കെത്തിക്കാനും രക്ഷപ്പെടുത്താനും ഒക്കെ സ്വയം സന്നദ്ധരായി രക്ഷാദൗത്യത്തിൻ്റെ ഭാഗമായിരുന്നവരാണ്. അതിൽ റഹീസും സാലിമും ഒക്കെയുണ്ട്. അതിൽ ആരെയാണ് ഇപ്പോൾ പുറത്തേക്ക് എത്തിച്ചിരിക്കുന്നത്, ആരൊക്കെ 2 പേരാണ് സുരക്ഷിതമായ ഇടങ്ങളിലേക്കുള്ളത്, അവരുടെ പേര് വിവരങ്ങൾ നമ്മൾക്ക് അറിയാനിരിക്കുന്നത്. ഏതായാലും നിലവിൽ ആശ്വാസകരമായ ഒരു വിവരം, ഒരാളെ കരയ്ക്ക് സുരക്ഷിതമായി എത്തിച്ചിട്ടുണ്ട്. മറ്റു 2 പേരെ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല. അവരെ സുരക്ഷിതമായ ഒരിടത്ത് നിൽക്കുകയാണ് അവർ എന്നുള്ള വിവരവുമാണ്. നമ്മൾക്ക് കിട്ടുന്ന വിവരം റഹീസിനെയാണ് കരയിലേക്ക് എത്തിച്ചത് എന്നതാണ്. ഇനി 2 പേർ അവിടെയുണ്ട്. സുർജിത്ത്, ആ 2 പേർ ആരൊക്കെയാണ്? ഒന്ന് സാലിമും മറ്റൊരാൾ ആരാണ്? ഗോപി, ഇതിൽ ഒരാളെ മാത്രം, അതായത് റഹീസിനെയാണ് പുറത്തേക്ക് എത്തിച്ചതെന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാവുന്നത്. ബാക്കി 2 പേരെ ഇവിടേക്ക് എത്തിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ആ നടപടി മുന്നോട്ട് പോവുകയാണ്. നിലമ്പൂർ സ്വദേശികളായ സലീം, റഹീസ്, മൊഹസിൻ എന്നിവരാണ് ഈ ഇവിടെ പെട്ടുപോയത്. അതിൽ ഇനി സലീമിനെയും മൊഹസിനെയുമാണ് പുറത്തേക്ക് എത്തിക്കാനുള്ളത്. ആ ദൗത്യം അല്പസമയത്തിന് നടക്കും. ഇവിടെ ഹെലികോപ്റ്റർ എത്തിയിട്ടുണ്ട്. ഹെലികോപ്റ്റർ എയർലിഫ്റ്റ് ചെയ്യാൻ, അതായത് പുറത്തേക്ക് എത്തിച്ച ശേഷം എയർലിഫ്റ്റ് ചെയ്യുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. എന്തായാലും ഹെലികോപ്റ്റർ ഇവിടെ കാണാൻ നമുക്ക് കഴിയുന്നുണ്ട്. ആ ഒരു ദൗത്യം അതാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഒരുപക്ഷെ ഈ ഇവരെ പുറം ലോകത്തേക്ക് എത്തിക്കുന്നത് ചിലപ്പോൾ ഒരുപക്ഷെ ഹെലികോപ്റ്ററിലായിരിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. പക്ഷേ ഹൈ ആൾട്ടിറ്റ്യൂഡ് ഏരിയയാണ്. മാത്രമല്ല ഇവിടുത്തെ ടെറൈൻ ആകെ അപകടകരമായ ഒരു സ്ഥിതിയിലുള്ള ടെറൈനുമാണ്. അങ്ങനെ ചില പ്രതിസന്ധികൾ ഈ മേഖലയിലുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഇവരെ സുഗമമായ രീതിയിൽ തന്നെ പുറത്തേക്ക് എത്തിക്കാനുള്ള ആ ഒരു ദൗത്യമാണ് ഇവിടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വലിയ കയറ്റമാണ്. അതിന്റെ ചില പ്രയാസങ്ങൾ പറയുമ്പോൾ പങ്കുവെക്കുമ്പോൾ പോലും നമുക്കുണ്ട്. അറിയാം സുർജിത്ത്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് സാവകാശം മതി. സുർജിത്ത് ഏതായാലും പ്രധാനപ്പെട്ട വിവരങ്ങൾ നൽകി കഴിഞ്ഞു. അതിൽ ഒന്ന്, റഹീസിനെ സുരക്ഷിതമായി കരയിലേക്ക് എത്തിച്ചിട്ടുണ്ട്.
ഹെലികോപ്റ്ററിന്റെ സാന്നിധ്യം അവിടെ ഉണ്ട്. ഒരുപക്ഷെ ഹെലികോപ്റ്ററിൽ എയർലിഫ്റ്റ് ചെയ്തായിരിക്കും അവരെ പുറത്തേക്ക് കൊണ്ടുവരിക. ഇനി അവിടെ കുടുങ്ങിക്കിടക്കുന്ന 2 പേർ സലീമും അതേപോലെ തന്നെ സാലിമും മുഹസിനുമാണ്. അവർ രണ്ടുപേരെയും സുരക്ഷിതമായ ഇടത്താണ് അവർ നിൽക്കുന്നത്. അതുകൊണ്ട് അവരെ അധികം വൈകാതെ തന്നെ, ഇത് അതിസാഹസികമായ ഒരു രക്ഷാദൗത്യമാണ്. കാരണം ഈ ചെറുപ്പക്കാർ കുടുങ്ങിപ്പോയത് ചെങ്കുത്തായ ഒരിടത്തെ പാറക്കെട്ടുകൾ